ഈ പറഞ്ഞ കാര്യം നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയല്ലേ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% റിസൾട്ട് നൽകുന്ന കാര്യമാണ് പറയുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കഷണ്ടി തലയിൽ പോലും മുടി നിങ്ങൾക്ക് വളരും. നിങ്ങളുടെ മുടി കൊഴിച്ചിലാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അതെല്ലാം മാറ്റി മുടി നല്ല പോലെ വളരാൻ സാധിക്കുന്ന ഒരടിപൊളി കാര്യമാണ് പറയുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് വേണം. അതിന് പകരം സവാളയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്കൊരു 5-6 കൊച്ചുള്ളി എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് അലവേറയുടെ തണ്ടാണ് വേണ്ടത്. ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള അലവേറയുടെ തണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലവേറ തണ്ടിന് പകരം അതായത് അലവേറ ജെല്ലും ഉണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് അലവേറ ജെല്ലാണ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാകും. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങൾ വേണം. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ തയ്യാറാക്കി വെക്കുന്നത് 1 മാസം വരെയുള്ള സംഭവമാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് മുടിയിലുണ്ടാകുന്ന മാറ്റം ഉണ്ടല്ലോ, നിങ്ങളെപ്പോലും ഞെട്ടിക്കും. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ മുടി കൊഴിച്ചിൽ കാരണം വളരെയധികം സങ്കടപ്പെട്ട ഒരാളാണ്. അപ്പം ഞാൻ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിൽ പിടിച്ചാണ് എനിക്ക് നിർത്തിയത്. നിങ്ങൾക്കും സാധിക്കും. പ്രഗ്നൻസിക്ക് ശേഷവും പിന്നെ PCOD തൈറോയ്ഡൊക്കെ ഉള്ളവരിൽ മുടി കൊഴിച്ചിൽ വളരെയധികം കണ്ടുവരുന്നുണ്ട്. അവർക്കൊക്കെ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. 100% റിസൾട്ടാണ്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ നമുക്ക് തിളപ്പിക്കുന്നതിന് വെള്ളം വേണം. ഇതെല്ലാം ഇട്ട് തിളപ്പിക്കണ്ടേ. അതിന് വേണ്ടി 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് റോസ്മേരി ആണ്. ഡ്രൈ റോസ്മേരി ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് റോസ്മേരി ഇപ്പം ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കുന്നതാണ്. വളരെ നല്ലതാണ് റോസ്മേരി എന്ന് പറയുന്നത്. മുടി വളർച്ച വളരെ കൂട്ടിയെടുക്കാനും മുടി കൊഴിച്ചിൽ പിടിച്ചു നിർത്താനും റോസ്മേരിയിൽ നിന്ന് സാധിക്കുന്നതാണ്. മുടിക്ക് പല ഗുണങ്ങളും നൽകുന്നതാണ് റോസ്മേരി എന്ന് പറയുന്നത്. റോസ്മേരി അകത്തും കഴിക്കാം, മുടിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് നമ്മളൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ജീരകം ഉണ്ടല്ലോ. കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ പൊടിക്കാത്തത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. കരിഞ്ജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുടിക്ക് വളർച്ച നൽകാൻ സാധിക്കുന്നതാണ്. ഈ പറയുന്ന കാര്യം റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് മുടിക്ക് വളരെയധികം മാറ്റം നൽകുന്നത്. പിന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡ് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ആണ് ഫ്ലാക്സ് സീഡും വേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്തത് ഉലുവയാണ്. ഉലുവയും നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ആണ് ഉലുവ വേണ്ടത്. ഉലുവ പൊടി നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് വെള്ളമാണ് വെച്ചത്. അത് 1.5 കപ്പായി വെള്ളമായിട്ട് മാറും കേട്ടോ. ഒരു ജെല്ലി രീതിയിലായിട്ട് കിടക്കും കേട്ടോ. സംഭവം തണുത്തതിന് ശേഷമാണ് ഞാൻ കൈയിട്ട് നോക്കുന്നത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ ഒഴിച്ച് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു കുപ്പിക്കകത്താണ് ഒഴിച്ചു വെക്കുന്നത്. അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാം. കുപ്പിയിൽ ഒഴിച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് മുടിയിൽ തേക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒന്ന് ഇളം ചൂടാക്കിയിട്ട് മുടിയിൽ തേക്കുകയാണെങ്കിൽ റൂട്ടിലേക്ക് അത് പിടിച്ച് നല്ലപോലെ മുടിക്ക് കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ലപോലെ മാറ്റം നൽകാൻ സാധിക്കും. ഇനി ഇതിലേക്ക് നമ്മളൊരു കാര്യം കൂടി ചേർക്കാൻ വിട്ടുപോയി. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ ചേർത്ത് കൊടുക്കണം. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. വിറ്റാമിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹാരം കണ്ടെത്താനും വിറ്റാമിൻ ഇ ക്യാപ്സൂളിൽ നിന്ന് സാധിക്കുന്നതാണ്. ഈ ഒരു കുപ്പിയിലേക്കാണ് ഞാൻ ഇട്ട് വെക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു കുപ്പിയിൽ നിങ്ങൾക്ക് ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മുടിയിൽ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം. അതായത് നമ്മുടെ മുടിയുടെ റൂട്ടിലേക്ക് പറ്റുന്ന രീതിയിൽ ഒരു മസാജ് കൊടുക്കണം. അതായത് കണ്ടോ, മുടിയുടെ സ്കാൽപ്പിൽ പറ്റുന്ന രീതിയിൽ, അതായത് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിൽ പറ്റിയാലേ അത് റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മുടിക്ക് ആ ഒരു സംഭവം ചെയ്യുന്നത് കൊണ്ട് ഗുണം കിട്ടുള്ളൂ. ഇതുകൊണ്ട് ഞാൻ കാണിച്ചില്ല അതേപോലെ. ഇനി ഞാൻ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. എന്തായാലും ചെയ്ത് നോക്കണേ. നല്ല പോലെ നിങ്ങളുടെ മുടി വളരും. ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.